നമുക്കിന്ന് നല്ല മൊരിഞ്ഞ ഒരു മസാല ദോശ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടി ആദ്യം നമുക്ക് മസാലയാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടിത് ഒന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഈ സവാള ഒന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേനും ഞാനൊരു 3 കിഴങ്ങും അതിൻ്റെ കൂടെ ഒരു ബീട്രൂട്ടും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പിട്ടത് പുഴുങ്ങി ഉടച്ച് വേവിച്ച് വെച്ചതാണ്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ കിഴങ്ങ് പുഴുങ്ങി ഉടച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ദോശയാണ് ഉണ്ടാക്കാനുള്ളത്. ആ ദോശയ്ക്ക് വേണ്ടി ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് ഉഴുന്നും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പരിപ്പും കൂടെ ഇട്ട് ആണ് കേട്ടോ കുതിരാൻ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുത്തതിന് ശേഷം ദോശ നല്ല മുരിഞ്ഞ് കിട്ടുന്നതിനായിട്ട് അതിൻ്റെ പുറത്തൂടെ നല്ലതുപോലെ നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്ത് അത് മൊരിയിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് മസാല വെച്ച് നമുക്ക് എടുക്കാവുന്നതാണ്.